മറ്റു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കെവിന്റെ മരണത്തിൽ ഗാന്ധിനഗർ എഎസ്ഐ ബിജുവിനെ സസ്പെൻഡ് ചെയ്തു. യുഡിഎഫ് സർക്കാരിന്റെ കാലത്ത് ഇയാൾ പോലീസ് അസോസിയേഷൻ നേതാവായിരുന്നു. കോട്ടയത്തെ കോൺഗ്രസ് നേതാക്കളുമായി ഇയാൾക്ക് അടുത്ത ബന്ധമുണ്ട്. അതേസമയം മുഖ്യപ്രതികളായ ഷാനു ചാക്കോയെയും പോലീസ് ചോദ്യം ചെയ്യുന്നു. ഐജിയുടെ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് ഡിജിപിക്ക് കൈമാറും. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, പ്രതികളുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അന്വേഷണ റിപ്പോർട്ട് എപ്പോഴാണ് കൈമാറുന്നത്? ഇപ്പോൾ പോലീസ് ഇത് സംബന്ധിച്ചുള്ള ചില പ്രാഥമിക അന്വേഷണം മാത്രം നടത്തിവെച്ചിട്ടുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ ഒന്നും തന്നെ തയ്യാറാക്കിയിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അല്പസമയത്തിനകം തന്നെ IG വിജയ് സാക്കറെ മാധ്യമപ്രവർത്തകരെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഈ ഒരു വിഷയത്തിൽ ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ച വരുത്തി അല്ലെങ്കിൽ കേസ് അട്ടിമറിക്കാൻ ശ്രമം നടത്തിയുള്ള ASI ബിജുവിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ ASI ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പോലീസ് അനുകൂല സംഘടനയുടെ നേതാവായിരുന്നു. മാത്രമല്ല UDF നേതാക്കളുമായി ഉന്നത ബന്ധം പുലർത്തിയിരുന്നു എന്നുള്ള വാർത്തകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു കേസിന്റെ എല്ലാ ഘട്ടത്തിലും കൊട്ടേഷൻ സംഘവുമായി ബന്ധം പുലർത്തിയിട്ടുള്ള ഒരു ASI ആണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹം ചില കൊട്ടേഷൻ സംഘം ഇപ്പോൾ മുഖ്യപ്രതി ഷാനു ചാക്കോയുമായി ഫോണിൽ സംസാരിച്ചതിന്റെ വിവരങ്ങളും അടക്കമുള്ള ശബ്ദരേഖകളടക്കമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപം ASIയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. ഈ വിഷയം ഒരു രാഷ്ട്രീയവൽക്കരിക്കുന്നതിലേക്ക് പോകുന്നതിന് തന്നെയുള്ള ചില ഇടപെടലുകൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ബോധ്യമായിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന കാരണവും അടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇത് ഗൗരവത്തിലെടുത്തില്ല, ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചില്ല തുടങ്ങിയ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ ഇപ്പോൾ ASI ബിജുവിനെതിരെ സസ്പെൻഷൻ നടപടികൾ ഉണ്ടായിരിക്കുന്നത്. പുലർച്ചെ 3 മണിയോടുകൂടിയാണ് കെവിനെ തട്ടിക്കൊണ്ടുപോകുന്ന സംഭവം ഉണ്ടാകുന്നത്. ഇത് അന്ന് സ്റ്റേഷനിൽ അറിഞ്ഞപ്പോൾ തന്നെ ആ സ്റ്റേഷന്റെ ചുമതല അന്ന് ഈ ASI ബിജു തന്നെയായിരുന്നു. അന്ന് അതിൽ ഗുരുതരമായിട്ടൊരു വീഴ്ച, ഈ വിഷയം മേലുദ്യോഗസ്ഥരെ അറിയിക്കുന്നതിനുള്ള വീഴ്ച അടക്കം തന്നെ വരുത്തിയിട്ടുണ്ട്. പിന്നീട് 9 മണിയോടുകൂടി SI വരുമ്പോഴാണ് SI ഈ വിവരം അറിയിച്ചിരുന്നത് എന്നുള്ളതടക്കമുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നു. ഇത് ഒരു കുടുംബ പ്രശ്നമായി ലാഘവത്തോടുകൂടി കാണുന്ന രീതിയിലേക്കുള്ള സമീപനം ASI ബിജുവിന്റെ ഇടപെടലിലൂടെ ഉണ്ടായി എന്നുള്ള കെവിന്റെ മരണത്തിൽ ഗാന്ധിനഗർ ASI ബിജുവിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. UDF സർക്കാരിന്റെ കാലത്ത് ഇയാൾ പോലീസ് അസോസിയേഷൻ നേതാവായിരുന്നു. ഇപ്പോൾ അയാളെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്.